ഇടക്കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കണ്ണങ്ങാട്ട് ക്ഷേത്ര പരിസരത്ത് മത്സ്യ സംസ്കരണശാലയിലെ മാലിന്യങ്ങൾ തള്ളിയത് ജനജീവിതം ദുസ്സഹമാക്കി. പ്രദേശവാസികൾ നഗരസഭാ കൗൺസിലറെ വിവരമറിയിച്ചതിനെ തുടർന്ന് ശുചീകരണ പ്രവർത്തകരെത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ഇടക്കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നതിനെതിരെ പ്രതിഷേധമുയരുന്നു. ഒഴിഞ്ഞ പറമ്പുകളിലും റോഡരികിലും മത്സ്യ സംസ്കരണശാലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് നിത്യസംഭവമാണ്. ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് ക്ഷേത്രത്തിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിൽ മത്സ്യ സംസ്കരണശാലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളിയതിനെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായി. ഈ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലിട്ടിരിക്കുന്ന കക്കൂസ് മാലിന്യം ശേഖരിക്കുന്ന വാഹനത്തിന്റെ മറവിലാണ് മാലിന്യം തള്ളുന്നത്. പ്രദേശവാസികൾ നഗരസഭാ കൗൺസിലർ ജീജ ടെൻസനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊച്ചി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്തു. വണ്ടി ഒരു 3-4 മാസം കിടക്കണം. അതിന്റെ മറവിൽ കൊണ്ടുവന്നിട്ട് വേസ്റ്റ് കൊണ്ടും സ്ഥിരമായിട്ട് അടിക്കണ്ട. ഇത് ഒരാഴ്ച മുന്നേണ് ഒരു വണ്ടി വന്നിട്ട് നിറച്ച് വേസ്റ്റ് എടുത്തുകൊണ്ട് പോയത്. അത് മറ്റേ ഹോട്ടൽ വേസ്റ്റും ഉണ്ട്, കമ്പനികളിൽ നിന്ന് കൊണ്ടുവന്ന വേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ആൾക്കാരെ ഞങ്ങൾ പോലീസിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ പോലീസുകാർ വന്നിട്ട് അവരൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അതിൻ്റെ ആൾ ഇവിടെ വന്നിട്ട് പറഞ്ഞ് എൻ്റെ വണ്ടി കാരണം പോലീസുകാർ തൊടാത്തത്, എനിക്കതിൻ്റെ സൗകര്യമുണ്ട്, അതാണ് പോലീസുകാർ മാറ്റാൻ. ഞങ്ങൾ ഈ ക്യാമറ വെച്ചിരിക്കുന്ന ഇതിൻ്റെ ഇത് കിട്ടുന്നില്ല വണ്ടി കിടക്കണമെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ കൊണ്ടത് കൂന്തലിൻ്റെ വേസ്റ്റാണ്. കൂന്തലിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് അടിച്ചിട്ട് ഇപ്പോൾ 4 ദിവസമായി. വ്യാഴാഴ്ച രാത്രിയെല്ലാം കൊണ്ടുവന്ന് അടിച്ചത്. അപ്പോൾ ഞങ്ങൾ ക്യാമറയിൽ നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഈ വണ്ടിയുടെ ഇത് കാരണം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.